ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. ഞാൻ ആർ ജെ അയ്യർ. ഞാൻ ആർ ജെ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി, ഇന്ന് എന്താണ് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഡിവോഴ്സിനെ കുറിച്ച് ചെയ്തതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 3-4 ദിവസം മുമ്പ് എൻ്റെ മനസ്സിന് വളരെയധികം വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായത്. ലക്ഷ്മിയുടെ മനസ്സിന് വിഷമം തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി, ആ ആളിനെ ഞാനൊരു 3 ദിവസം മുമ്പ് കാണാനിടയായി. എന്ന് വെച്ചാൽ യാദൃച്ഛികമായിട്ട് ഞാൻ ഇടയ്ക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ, അപ്പം ഞാൻ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഒരു മെല്ലിച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, ലക്ഷ്മി അല്ലേ, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് ആളെ അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. അപ്പോൾ എന്നെ മനസ്സിലായില്ല അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ അവളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും അവളൊക്കെ ഒരു വലിയ ഇതിലായിട്ടുണ്ടാവും. കുട്ടിക്ക് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് എങ്ങനെ ലക്ഷ്മിയായിട്ട് പരിചയം? എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവള് 10ലേക്ക് പഠിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബ്രില്യൻ്റ് ആണ്, നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ക്ലാസ്സിലും നല്ല ടോപ്പറൊക്കെ ആണ്. ഇല്ല, വേറൊരു ക്ലാസ്സിലായിരുന്നു. പക്ഷെ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്ത് കാര്യവും നല്ല നമ്മളെയൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു വിഷനൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊക്കെ ഒരു എന്താണ്, അവൾ എന്തായാലും ഒരു ഡോക്ടർ ആവും എന്ന് തന്നെ നമ്മളെല്ലാം വിചാരിച്ചിരുന്നു. അപ്പോൾ 10 കഴിഞ്ഞു അവൾ വേറെ സ്കൂളിലോട്ടാണ് പോയത്. ഞാനും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണാനങ്ങനെ ഒരു അവസരമൊന്നും കിട്ടിയില്ല. സോഷ്യൽ മീഡിയയിലും അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഈ അടുത്ത കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവളെ കാണുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് അവളൊരു ഡോക്ടറായിട്ടുണ്ടാവും, അവൾ വളരെ നല്ല രീതിയിൽ സെറ്റിലായിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്ത് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ, ഫാർമസിസ്റ്റ് അല്ല, ഫാർമസി അല്ല പഠിച്ചത്, ഡിഗ്രി പഠിച്ച അതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവളോട് പിന്നീട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. വളരെ ഷോക്കിംഗ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ഒരു നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ കേട്ടപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ 10 കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ വിഷനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവൾ +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമിലാണ് അവളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. ഇവളുടെ അച്ഛനെന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തടിക്കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്രൈസിസ് വന്നു. അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അപ്പോൾ ഒരുപാട് പൈസ ഇതിലായി. അപ്പോൾ ഇവൾ ഒരൊറ്റ മോളാണ്. അപ്പോൾ ഈ പൈസയെല്ലാം പോയിട്ട് വലിയ കടക്കെണിയുമായി, പോരാത്തതിന് ഇവരെ ഒരു വലിയൊരു വീടൊക്കെ ഉണ്ടായിരുന്നു. ആ വീട് ജപ്തി ഭീഷണിയിലായി. അപ്പോൾ തിരിച്ചടയ്ക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ എന്തായാലും വീട് ജപ്തി ചെയ്ത് പോകുന്നുള്ള ഇതായപ്പം അച്ഛൻ ഇച്ചിരി ടെൻഷനുമായി. പിന്നെ പുള്ളിക്കാരന് എങ്ങനെയെങ്കിലും മോളെ ഒന്ന് സെറ്റിൽ ചെയ്യണം. കാര്യം അപ്പോൾ ബന്ധുക്കളും എല്ലാം അധികം ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ 1-2 അറിയാന്നുള്ളവർ പറഞ്ഞു, എന്തായാലും ഇനി ഇതൊക്കെ ജപ്തിയൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മോളുടെ ഒരു നല്ല അലയൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇവരുടെ ഒരു ബന്ധത്തിലുള്ള ഒരു സുഹൃത്ത് വഴി തന്നെ വന്ന ഒരു അലയൻസിന് ഈ അച്ഛൻ മോളെ നിർബന്ധിച്ചു. അപ്പോൾ ഇവളെ നിർബന്ധിച്ച് ഇവളാകെപ്പാടെ കുറേ ദിവസം അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ പോയിട്ട് പഠിപ്പിക്കും. അപ്പം വന്ന ആ വീട്ടുകാരും ഒക്കെ നല്ല രീതിയിലൊക്കെയാണ് പെരുമാറിയത്. ഇനി ബാക്കി ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ അവർ അവിടെ നിന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എടുപിടിന്ന് വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞ് ചെന്ന് കയറിയ വീട് എല്ലാം കൊണ്ടും അവളെ അങ്ങ് പിടിച്ചുലച്ചു കളഞ്ഞു. കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ചതുപോലെയല്ല. ഈ പയ്യനാണെങ്കിൽ ഒരുപാട് ബാഡ് ക്യാരക്ടർ ഉള്ള ഒരാളാണ്. ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് സ്ത്രീ വിഷയമൊക്കെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ ഗുണ്ടായിസം, വീട്ടിൽ നേരമണം നോക്കില്ല, മദ്യപാനം, ഒരുപാട് ഉപദ്രവം. അതുപോലെ തന്നെ അമ്മായിയും എല്ലാവരും ഒരു രീതിയിൽ അവളെ ടോർച്ചർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഇതിനിടയിൽ ഒരു 3 വർഷം കടന്നുപോയി. അതിനിടയിൽ ഒരു മോളായി. എന്നിട്ടും ഇവരുടെ ലൈഫിൽ ഒരു മാറ്റവും വന്നില്ല. പഠിപ്പിക്കാന്ന് പറഞ്ഞതൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയൊക്കെ അവള് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും ഒന്ന് ഡിഗ്രിയെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ വഴി അവൾ ഡിഗ്രി ചെയ്തു.
ഡിഗ്രി ചെയ്ത് പെട്ടെന്ന് തന്നെ അച്ഛന് വയ്യാണ്ടായി, പുള്ളിക്കാരന് മരണപ്പെട്ടു പോയി. അപ്പോൾ അമ്മ ഒറ്റയ്ക്കുമായി. ഇതിനിടയിൽ അവരുടെ വീടൊക്കെ ജപ്തിയായി പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അമ്മയും ഒറ്റയ്ക്കായി. അമ്മ ഒരു വാടക വീട്ടിലോട്ട് മാറി, അമ്മയോടൊപ്പം ഇവളും മാറി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതായപ്പോൾ പുള്ളിക്കാരിൽ നിന്ന് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് മാറി. അങ്ങനെ ഡിവോഴ്സായി. ഇപ്പം മോളും അവളും അമ്മയോ ആയിട്ട് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഒരു വരുമാനം കൊണ്ട്, ഈ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ടാണ് ഇപ്പോൾ പുള്ളിക്കാരി ജീവിക്കുന്നത്. എങ്ങനെ ആവേണ്ടിയിരുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ ഏത് രീതിയിൽ ജീവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഷോക്കിംഗ് ആണ്. ഇതുപോലെ എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ, സ്വപ്നങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിതം ആഗ്രഹിച്ചിട്ട് ഒന്നും ആവാതെ, ഒന്നും എത്തിപ്പെടാൻ പറ്റാതെ ആയി പോകുന്ന ഒത്തിരി പെൺകുട്ടികൾ. ഞാൻ വിചാരിച്ചാൽ ഞാനൊക്കെ ആയിരിക്കും ഇങ്ങനെ അതുപോലെയൊന്നും ആയില്ല, ഞാനൊക്കെ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒന്നും ആവാതെ പോയി എന്ന് പറയുമ്പോൾ അതൊരു വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ? ശരിയാണ് ലക്ഷ്മി. അതേമേ പറയട്ടെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് അവർ ഇറങ്ങി പുറപ്പെടും. ചിലർ ലക്ഷ്യത്തിലെത്തിച്ചേരും, ചിലർക്ക് സാഹചര്യങ്ങളും മറ്റുമൊക്കെ ഈ വഴി തിരിഞ്ഞ് പുഴ ഒഴുകുന്നത് പോലെ അവരുടെ ജീവിതം ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകും. ഇവിടെ ഇപ്പം വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. മിടുക്കിയായ ഒരു പെൺകുട്ടി നല്ലൊരു നിലയിൽ എത്തിച്ചേരേണ്ടവള് അവളുടെ സാഹചര്യങ്ങൾ, അവളുടെ പ്രശ്നമായിരുന്നില്ല, അവളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നും ആകാതെ ലക്ഷ്മി പറഞ്ഞ പോലെ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നത്. ഇത് ഒരാളൊന്നുമല്ല. ലക്ഷ്മി പറഞ്ഞ ഈ കൂട്ടുകാരിയെ പോലെ ഒരുപാട് പെൺകുട്ടികളുടെ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. ആൺകുട്ടികൾക്കാണെങ്കിൽ കുറച്ചധികം സ്വാതന്ത്ര്യം ഈ സമൂഹം കൊടുക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് പലപ്പോഴും ഇന്നും സ്വന്തം ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. അവരുടെ ആരൊക്കെയോ അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവരാ വേലിക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ അവരെ കുറ്റം പറയാനും മറ്റുമൊക്കെ ഒരുപാട് പേര് വരുന്നു. ഇവിടെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ പ്രയാസകരം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ, ഇന്നത്തെ എന്നല്ല പഴയ കാലഘട്ടത്തിലായിരുന്നാലും ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങും. അപ്പോൾ പല മാതാപിതാക്കളും ഇന്ന് വിചാരിക്കുന്നത് പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിലായതിനു ശേഷം മതി വിവാഹം എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഒരു നല്ല ഫാമിലിയിൽ നിന്ന് വളരെ പേരും പ്രശസ്തിയുള്ള ഒരു വരൻ, അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി, അങ്ങനെയൊക്കെ വരുമ്പോൾ പാരൻസ് വിചാരിക്കും ഇനി ഇതുപോലെ ഒരെണ്ണം വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഈ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി വിവാഹത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് അയക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിവാഹങ്ങൾ ഇങ്ങനെ നടത്തുന്നതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പം ഇത് ഞാൻ പറയാൻ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ഞാൻ പെൺകുട്ടികളെ കാണാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവരുടെ ലക്ഷ്യങ്ങൾ എത്തുന്നവരെ അവർക്കൊരു ടൈമുണ്ട്. അവർ മറ്റുള്ളവരെ പോലെ തന്നെയാണ്, പുരുഷനെ പോലെ തന്നെയാണ് സ്ത്രീ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പുരുഷൻ്റെ ആലോചന വരുന്നു, അവനെല്ലാം കൊണ്ട് കേമനാണ്, എല്ലാം പറഞ്ഞു. അങ്ങനെ ഇനി ഒരു ആൾ വന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ, അത്രയും നാൾ അവർക്ക് താല്പര്യമുണ്ട് വേറെ ഇച്ചിരി പഠിച്ചൊരു ജോലിയൊക്കെ നേടിയിട്ട് പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചാൽ മതി. പക്ഷെ ആരൊക്കെ പറഞ്ഞു ഇത്രയും നല്ല ആലോചന വരികയാണ്, നിങ്ങൾ തള്ളിക്കളഞ്ഞ നാളെ ചിലപ്പോൾ ഇതുപോലെ വന്നില്ല എന്നൊക്കെ വന്നേക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവർ വിചാരിക്കും ശരിയാണ്, നമ്മുടെ മോള് നന്നായിട്ടല്ലേ ജീവിക്കാനുള്ളത് എന്നുള്ള താല്പര്യത്തിൽ കാണുമ്പോൾ കൊള്ളാം. അവരൊക്കെ ഈ വരുന്ന കയറുന്നവരൊക്കെ പറയും അതിനെന്താ പെൺകുട്ടിയെ ഞങ്ങൾ പഠിപ്പിച്ചേക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. പക്ഷെ ഒന്നറിയുക, ഇപ്പം നല്ലൊരു കുടുംബജീവിതം ആണ് നമ്മൾ കുട്ടിയെ കാക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ കുട്ടിയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കും. നിനക്ക് ഇപ്പോൾ വിവാഹത്തിന് താല്പര്യമുണ്ടോ? നിനക്ക് പഠിക്കണോ? നിനക്ക് സ്വന്തം കാലിൽ നിൽക്കണോ? ചിലപ്പോൾ ചില പെൺകുട്ടികൾ എനിക്ക് പഠിക്കാനൊന്നും വയ്യ, എനിക്ക് സ്വന്തം, എനിക്കിതാ ഈ ചേട്ടൻ മതി പൊയ്ക്കോണം എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളുണ്ട്. അത് അവരുടെ താല്പര്യം എന്നേ പറയാം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ വിവാഹം കഴിച്ചേക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു ജോലി നേടണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു കുറച്ച് പണച്ചാക്കായിട്ടുള്ള ഒരാളൊക്കെ വന്നു, അല്ലെങ്കിൽ അവർക്ക്
വലിയ വിലമതിക്കാനാകാത്ത ഒരാളാണെന്ന് പറഞ്ഞ് വന്നെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ നിർബന്ധിച്ചൊരിക്കലും വിവാഹം കഴിച്ചയപ്പിക്കരുത്. കാര്യം അങ്ങനെ വലിയ സ്റ്റാറ്റസിലുള്ള ആൾക്കാരൊക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ചു എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യ ജീവിതം സുഖകരമാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. എത്ര ഇങ്ങനെയൊക്കെ വിവാഹം കഴിച്ച് അയച്ചിട്ട് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇല്ലാത്ത ചില അടുത്തൊക്കെ കാണും. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആദ്യം ഞാൻ പറയുന്ന പ്രയോറിറ്റി ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. അത് താല്പര്യമില്ലാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഇങ്ങനെയാണ് വിവാഹം ജീവിതം, അങ്ങനെയാണ് അവൾക്ക് നയിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ പോട്ടെ എന്നേ പറയാൻ പറ്റൂ. പഠിക്കാനും എനിക്കിപ്പം വിവാഹം വേണ്ടാന്നൊരു പെൺകുട്ടി പറയുകയാണെങ്കിൽ അതിനും കൂടെ ഒരു സമയം കൊടുക്കണം മാതാപിതാക്കൾ. അല്ല ഇത് വന്നു കഴിഞ്ഞാൽ ഇത് അവസാനത്തെ ബസ്സാണെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ചിലപ്പോൾ ഇതിനേക്കാളും നല്ല ബസ് വന്നേക്കാം. വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പെൺകുട്ടിക്ക് ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യം അവൾ നേടിക്കോട്ടെ. ലക്ഷ്യം നേടിയിട്ടല്ലേ കാര്യമുള്ളൂ. ലക്ഷ്യമാണ് പ്രധാനം. ഇപ്പൊ പറഞ്ഞ കാര്യം ശരിയാണ്. കൗമാരകാലത്ത് തന്നെ സാധാരണ പെൺകുട്ടികളിലേക്ക് പ്രണയബന്ധത്തിലേക്ക് ചെന്ന് ചാടാനുള്ള ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു കോളേജ് കാലഘട്ടമാകുമ്പോഴൊക്കെ വളരെ തീക്ഷ്ണമായ ചില പ്രണയബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോകാറുണ്ട്. ഇതിൽ ചില കാര്യങ്ങൾ വീട്ടിൽ അറിയാനും ചാൻസ് ഉണ്ട്, ചിലത് നാട്ടിലും അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിയുടെ പേരുദോഷം കേൾപ്പിക്കുക, ഇനി ഇവളെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല, ഇവളൊരു പേരുദോഷം കേൾപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പിടിച്ച് ഒരു വിവാഹം കഴിപ്പിച്ച് അയക്കാറുണ്ട്. ഇങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് ഇങ്ങനെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിനോട് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഈ കൗമാരപ്രായം എന്നൊക്കെ പറയുന്നത്, കൗമാരപ്രായത്തിൽ പ്രണയമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ചിലരുടെ പ്രണയം എക്സ്പ്രസീവ് ആയിരിക്കും, പുറമെ കാണിക്കുന്നു, ചിലരുടെ ഉള്ളിലുണ്ടായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ നിൽക്കുന്ന മാതാപിതാക്കളും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും പ്രണയത്തിലൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അത് പുറത്ത് പറഞ്ഞു എന്ന് വരും, ചിലപ്പം പുറത്ത് പറഞ്ഞില്ല എന്ന് വരും. ചില പ്രണയങ്ങൾ കുറച്ച് ഈ കൗമാര കാലഘട്ടത്തിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ യൗവനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രണയം ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പം വീട്ടിലൊക്കെ അറിഞ്ഞ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടിയുടെ പേര് ചീത്തയാകുന്നു, ഒരു പ്രണയിച്ചു കഴിഞ്ഞാൽ പേര് ചീത്തയാകുന്നു എന്നൊക്കെയുള്ള സങ്കല്പം വേറെയാണ്. ചിലപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് ഈ പെൺകുട്ടി പ്രണയിക്കുക മാത്രമല്ല, അവൾ കുറേ ചുറ്റിയടിയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ടു. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവളുടെ കല്യാണം ഒരു കാലഘട്ടത്തിൽ നടക്കില്ലല്ലോ എന്ന് വിചാരിക്കും. നാട്ടുകാരെല്ലാം അറിയുമല്ലോ. അങ്ങനെ ഒരു പല പെൺകുട്ടികളെയും കൊണ്ട് പല സ്ഥാനത്തേക്കൊക്കെ പോവേണ്ടി വരും. കാര്യം ഈ പെൺകുട്ടിയെക്കുറിച്ച് അറിയാമെന്നുള്ള പലരും വിവാഹത്തിന് തയ്യാറാവുന്നില്ല. ഇതാണ് ഈ അച്ഛനമ്മമാരെ ഒരു ആധി വയ്ക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ചിലപ്പോൾ ഈ പ്രണയത്തിനപ്പുറം ചില ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ അവർക്ക് കുറച്ചുകൂടി ബോൾഡായിട്ടായിരിക്കും അവർ പിന്നീട് കല്യാണ ജീവിതത്തിലേക്ക് നന്നായിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഏതോ ചെറിയ കൗമാര പ്രണയത്തിലൊക്കെ ചെന്ന് ചാടിയത് വീട്ടിൽ എന്തെങ്കിലും കൈയോടെ പിടിച്ചിട്ട് ഈ പെൺകുട്ടിയെ പെട്ടെന്ന് വിവാഹം കഴിച്ചേക്കുക. അവിടെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രണയത്തിൽ ചെന്ന് ചാടിയത്. അതോടുകൂടി പേരുദോഷം വന്നേക്കുക, കുടുംബത്തിനാകെ നാണക്കേടായിരിക്കുക എന്ന് പറഞ്ഞ് കണ്ണി കണ്ട ആരെങ്കിലും അപ്പോഴും 18 വയസ്സാറിൻ്റെ പഠിപ്പും നിർത്തിയിട്ട് വിവാഹം കഴിച്ചേക്കും സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട് ഇവളുടെ ഉള്ളിൽ ആ പ്രണയവും നഷ്ടപ്പെട്ടു. അവിടെ ചെന്ന് കയറുന്ന പുരുഷനെ ചിലപ്പോൾ മിക്കവാറും സ്നേഹിക്കാൻ പറ്റില്ല. അവിടുത്തെ സാഹചര്യം വേറെ, അവളുടെ പഠിപ്പും പോയി, എല്ലാം പോയിട്ട് അവൾ ജീവിതം തന്നെ ഒരു വഴിക്കാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് പിൽക്കാലത്ത് ആ ഡിവോഴ്സ് നേടിയിട്ട് പിന്നീട് ആദ്യം പ്രണയിച്ച ആളിനെ പുറകെ പോകുന്നത്, ഇങ്ങനെ ഒരുപാട് ജീവിതത്തിലെ അനർത്ഥങ്ങൾ സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ കൗമാരദശയിലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അങ്ങോട്ട് യൗവനത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിലേക്ക് ഒരു പ്രണയം എല്ലാവരിലും അങ്കുരിക്കാറുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ട ഈ കുട്ടിക്ക് ലക്ഷ്യബോധം ഉണ്ടാകുന്നുള്ളതാണ്. ഈ കുട്ടി ഈ പ്രണയിച്ചു എന്നുള്ള കാര്യമല്ല, അവൾ ഒരു നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ, അവളൊരു ലക്ഷ്യത്തിൽ തനിക്കൊരു ജോലി മേടിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നാഗ്രഹം, എന്നിട്ടേ ഞാൻ വിവാഹം കഴിക്കുന്നുള്ളൂ. വിവാഹം എന്നൊക്കെ പറയുന്ന എല്ലാ മാതാപിതാക്കളുടെ താല്പര്യവും മാത്രമൊന്നുമില്ല, മനസ്സിലാക്കണം. അവർക്കൊരു താല്പര്യമുണ്ട്. ഈ നമ്മളൊരു തീരെ ഈ കാലഘട്ടത്തിൽ നിന്നിട്ട് പഴഞ്ചൊല്ലിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കുട്ടിക്ക് കണ്ടെത്തുന്ന ഒരു വരൻ അല്ലെങ്കിൽ വധു എന്നുള്ള സങ്കല്പം മാത്രമല്ല, അവർക്കൊരു സങ്കല്പമുണ്ട്, അവരും വ്യക്തിയാണ്. നമുക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കും. ചില തെറ്റായിട്ടുള്ള വഴികളിലേക്ക് പോകുമ്പോൾ അത് കാണുമ്പോൾ പറയാം, അതെ ആ സ്വഭാവം നമുക്ക് കൊള്ളില്ല മക്കളെ എന്ന് നമുക്ക് ഉപദേശങ്ങൾ പലതും കൊടുക്കാൻ പറ്റും. പക്ഷേ എല്ലാ കാര്യത്തിലും കുട്ടിയെ ഒരു നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന പറഞ്ഞ് കീ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ പഴയ കാലഘട്ടത്തിൻ്റെ ചൂരെഴുത്തുകളായിട്ട് നമുക്കിന്ന് മാറാൻ പറ്റില്ല. അങ്ങനെ മാറുന്നത് ശരിയല്ല. നമ്മൾ മാതാപിതാക്കളും കുറച്ചൊക്കെ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്.
അപ്പോൾ ഈ പെൺകുട്ടി തങ്ങളുടെ കുടുംബത്തിനെന്തോ പേര് ദോഷം കേൾപ്പിക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ പിടിച്ച് കെട്ടിച്ചയക്കുമ്പോൾ ആ കുട്ടി ആദ്യമായിട്ടൊരു പ്രണയിച്ചായിരിക്കും ചിലപ്പോൾ. അതിൽ കുട്ടിപ്രായത്തിൽ ചില കാര്യങ്ങളുണ്ട് തിരുത്തി കൊടുക്കേണ്ടവർ, അത് മനസ്സിലാക്കി ഇങ്ങനെ പോരുത് മക്കളെ എന്നൊക്കെ പറഞ്ഞ് മാറ്റം കൊടുക്കേണ്ടവരാണ് ഇത് ചെയ്യേണ്ടത്. അല്ല പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചയച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഒരു പെൺകുട്ടി പേര് ദോഷം കേൾപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചോ, അവളെ എവിടെ പോയാലും പേര് ദോഷം കേൾപ്പിക്കും. അവൾ വിവാഹം കഴിച്ചു പോയാലും അവിടെ പേര് ദോഷം കേൾപ്പിച്ച് 5 ദിവസം കഴിയുമ്പോൾ അവൾ വീട്ടിൽ തിരിച്ചു വരും. അവളുടെ പ്രകൃതം അത് തന്നെയാണ്. കെട്ടിച്ചയച്ചു കൊടുത്താൽ വേറൊരു പയ്യൻ്റെ കൂടെ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ പറയാണ്, സാധാരണ പെൺകുട്ടികൾ അങ്ങോട്ട് കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ യുവാവിൻ്റെ കൂടെ ജീവിതം പോകും. കാരണം ഇവിടെ പ്രണയിച്ചുകൊണ്ടിരിക്കണ വേറെ അടുത്തനെ, ഇവരെ അതൊന്നും അറിയിക്കാതെ പെട്ടെന്നൊരു ബോയുടെ അവൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്, അവന് മോഡലൊക്കെ ആയിരിക്കും വച്ചു കൊടുക്കുന്നത്. ഇവിടെ 5 ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയാൽ തോറ്റും, വീട്ടുകാർക്ക് കൂടുതൽ അപ്പോഴും നാണക്കേടൊന്നുമില്ലേ. അപ്പോഴൊരു പയ്യനും കൂടെ ഒരു യുവാവും കൂടെ നാണക്കേട്ടിൽ വന്ന് വീഴുകയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടികളുടെ താല്പര്യം കൂടെ ഒന്ന് പരിഗണിക്കണമെന്ന് എനിക്ക് ഉണ്ട്. കാര്യം ഒരു എടുത്തയാട്ടം പണ്ടൊക്കെ ഒരു പാരൻറ്റിങ്ങിലുണ്ടായിരുന്ന ആ ഒരു തലത്തിൽ ഇന്ന് ചിന്തിക്കരുത്. ഒരു അവധാനതയോടുകൂടി ചിന്തിച്ച് ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അത് അബദ്ധത്തിലേക്കേ കലാശിക്കുള്ളൂ. അതെ, പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഒരാളുടെ പേരുദോഷം കേൾപ്പിച്ച് അല്ലെങ്കിൽ അല്ലേ, പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നമ്മളൊരു പ്രണയത്തിൽ ചെന്ന് ചാടിയെന്ന് പറഞ്ഞാൽ അതിനുള്ള പോംവഴി അല്ലെങ്കിൽ പ്രതിവിധിയോ അല്ലല്ലോ ഒരു വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അച്ഛനമ്മമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ വിചാരിക്കുന്നത് ഇവർ ഒരു നല്ല ജോലിയിലോ ഒരു നല്ല പൊസിഷനിലോ ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ മക്കളുടെ വിവാഹം നടക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് വിവാഹം നടത്താനും പറ്റും. പോരാത്തതിന് ഒരുപാട് ആൾക്കാരെ വിവാഹത്തിന് ക്ഷണിക്കാൻ പറ്റും, ഈ കൊളീഗ്സ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ തൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സിനായിട്ടുള്ളവരെയൊക്കെ. അപ്പോൾ അങ്ങനെ വിവാഹം ഒന്ന് കെങ്കേമമാക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ കുട്ടികളുടെ ചെറുപ്രായത്തിലെ തന്നെ പിടിച്ച് വിവാഹം കഴിപ്പിച്ച് വിടാറുണ്ട്. ഇവരുടെ ഈ ഒരു റിട്ടയർമെൻറ്റിന് മുന്നേ തന്നെ വിവാഹം നടത്തണമെന്നുള്ള ഒരു ആഗ്രഹത്താലും. ഈ ഒരു പ്രവണതയെക്കുറിച്ചിട്ട് അഭിപ്രായം എന്താണ്? ഇതും തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ഇവിടെ ഞാൻ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പെൺകുട്ടി ഇന്നേ കാലത്ത് സ്വന്തം കാലിൽ നിൽക്കണം. അവൾക്ക് ഒരു വീട്ടിൽ ചെന്നാൽ അവളെ നീ ഇവിടെ വലിഞ്ഞഴിഞ്ഞ് കയറി വന്നവളാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ ചിലവിൽ നിൽക്കുന്നതാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഈ പെൺകുട്ടിക്ക് കേൾക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാര്യം പെൺകുട്ടികൾ നല്ലതുപോലെ വിദ്യാഭ്യാസം ഉള്ളവരായി മാറണം. അവർ നല്ല ജോലി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആവാം, അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല, അവർക്ക് ഇഷ്ടമുള്ളൂ, അവരുടെ പാഷൻ, ഇതെല്ലാം ഫോളോ ചെയ്യുന്ന രീതിയായിരിക്കണം. അപ്പോൾ അച്ഛനമ്മമാർ അവരുടെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ സ്റ്റാറ്റസിന് ഇപ്പോൾ ഇണങ്ങിയ ആൾക്കാർ ഇപ്പോൾ വന്ന് ചേരുള്ളൂ, നീ ഇപ്പം തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അതത്ര ഉണ്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിന് ഈ അച്ഛനമ്മമാർക്കൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. നീ കെട്ടിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് ജീവിക്കും, അവൻ നിന്നെ നോക്കിക്കൊള്ളും. ഇവർക്ക് 100% ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിന്നെ ഇനി തുടർന്ന് പഠിപ്പിക്കും. ഈ സ്റ്റാറ്റസിനോടൊപ്പം ഇതും കൂടെ അവർക്ക് ഗ്യാരണ്ടി കൊടുക്കാമെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞിട്ട് ബോയ് വേറെ എന്തെങ്കിലും തരത്തിലാണ് നീ പഠിക്കണ്ട, നിന്നെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മക്കളെ ഞങ്ങളന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനമ്മ ചീറ്റ് ചെയ്തതാണ്. ഇങ്ങനെ എങ്ങാനും വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞ നല്ല പയ്യനായിരുന്നു, അത് പറഞ്ഞാൽ പോരാ, ഇവർക്ക് പഠിക്കേണ്ട സമയത്ത് ഇവളെ പഠിപ്പിക്കണം. അവളന്നേ പറഞ്ഞിട്ടുണ്ടാവും, അച്ഛാ ഞാനൊരു ജോലി നേടിയിട്ട് പോവാം, അത് പറ്റില്ല, എൻ്റെ സ്റ്റാറ്റസിന് ഇപ്പോൾ പറ്റിയ ആൾക്കാർ വരുമെന്നൊക്കെ പറഞ്ഞായിരിക്കും ഈ പെൺകുട്ടിയെ മോഹിപ്പിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിക്കുക. അവിടെ ചെല്ലുമ്പോൾ വേറൊന്നാണ്, ഞങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, ഞങ്ങൾക്ക് നല്ല പദവിയുണ്ട്, നീ ഇവിടെ വീട്ടിലൊരു വേലക്കാരിയെ പോലെ ഇവിടെ കഴിഞ്ഞാൽ മതി എന്നുള്ള മട്ടിലായിരിക്കും അവർ ചിലപ്പോൾ സംസാരിക്കുന്നത്. എത്ര കുട്ടികൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്നോ ഈ സ്റ്റാറ്റസ് നോക്കി പോയിട്ട് ഒരുപാട് ജോലിയൊക്കെ നല്ല ജോലി എന്നിട്ട് നല്ല ജോലി നേടിയിട്ട് എത്തപ്പെട്ടിട്ട് ജോലിക്ക് വിടാത്ത എത്ര ഫാമിലികളുണ്ടെന്നോ. അവിടെയൊക്കെ പെൺകുട്ടി തീരുമാനം എടുക്കണം. അതില് അവള് എനിക്ക് ഇങ്ങനെയൊക്കെ മതി, എനിക്ക് സീരിയലും കണ്ട് കസേര ചാഞ്ഞ് കിടന്നാൽ എനിക്ക് ജോലിക്കൊന്നും പോകണ്ട എന്നുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ട്. അവരെ നമ്മൾ നിർബന്ധിക്കുന്നില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ കരുത്തുണ്ടാവണം, അവൾ സ്വന്തമായിട്ട് എന്നെ എല്ലാ കാര്യത്തിനെയും നിയന്ത്രിക്കണം, അവളുടെ ലോകം അവൾ അത് സ്വന്തമായിട്ട് തന്നെ കാണണം, അല്ല മറ്റൊരാളുടെ അടിമയായിട്ട് നിൽക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ.
കാര്യം ആ ഒരു വേൾഡിലേക്ക് നമ്മൾ കടക്കാനുള്ള സമയം കടന്നു നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഒരു അശാന്തമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായവും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ ചിലതിനെ മിസ്യൂസൊക്കെ ചെയ്തേക്കാം ചില കാര്യങ്ങളിൽ. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഇടയിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ അച്ഛനും അമ്മയ്ക്കും പെട്ടെന്നൊരു രോഗം വരും, ഒരു അതുപോലെ തന്നെ അവർ പെട്ടെന്ന് മരിച്ചു പോകും എന്നുള്ളൊരു ഭീതിയൊക്കെ ഉള്ളിലോട്ട് വരുമ്പോൾ മകളുടെ വിവാഹം നേരത്തെ നടത്തണം, അല്ലെങ്കിൽ മകളെ വിവാഹം കഴിച്ച് കാണണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം വന്നിട്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയൊക്കെ ആയിരിക്കും. ഒരു ജീവിതത്തെക്കുറിച്ച് വളരെ സ്വപ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ മോഹങ്ങളെല്ലാം ഇത് തകർത്തുകൊണ്ട് നീ ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരു വിവാഹത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിനെ കുറിച്ച് ഉള്ള അഭിപ്രായം എന്താണ്? അതെ, ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുട്ടിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് വളരെ ആഗ്രഹമായിരിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ട് വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ളവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾക്കൊരു അസുഖം വരുന്നത്. പെട്ടെന്ന് അസുഖം ഈ ഭേദം ആവില്ല എന്നൊക്കെ അറിയുമ്പോൾ ഇവരാകെ പാനിക്കായി. തങ്ങളുടെ കാലശേഷം ഈ കുട്ടിയുടെ അവസ്ഥ എന്താ? സ്നേഹസമ്പന്നരായിട്ടുള്ളവർ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ ഏതെങ്കിലും നല്ല കൈകളിലേക്ക് ഈ പെൺകുട്ടിയെ പിടിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കും. കാര്യം ഇവളെ സംരക്ഷണം അവരെയേക്കും, ആ ഫാമിലിയേക്കും എന്നുള്ളൊരു രീതിയാണ്. ഇതൊരു പ്രതീക്ഷയാണ്. അതായത് തങ്ങളുടെ പണ്ട് കാലഘട്ടത്തിൽ ഈ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട്. ഇന്ന് അമ്മമാർ അത് നടക്കില്ല. മക്കളെ എൻ്റെ കണ്ണടയും മുമ്പേ ഈ കൊച്ചുമോളുടെ കല്യാണം കാണണമെന്ന് പറയും. ഈ അമ്മമാർന്ന് വിളിക്കണം കണ്ടിട്ട് ഈ കൊച്ചുമോളെ പിടിച്ച് ചെറുപ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കും, പിടിച്ച് കെട്ടിച്ചേക്കും. ഈ കൊച്ചുമോള് അടുത്ത് പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ നൂലുകെട്ടും കൂടെ കണ്ടിട്ടായിരിക്കും ഈ അമ്മൂമ്മ മരണപ്പെടുന്നത്. അവരുടെ എല്ലാം അങ്ങ് പൊയ്ക്കോട്ടെ, വീണ്ടും വർഷങ്ങൾ 10-100 വയസ്സ് വരെയൊക്കെ പൊയ്ക്കോണ്ടിരിക്കും. 60 വയസ്സിലായിരിക്കും ഇത് പറയണേ. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റും. അപ്പോൾ അമ്മമാർക്കൊക്കെ ഒരു പേടിയുണ്ട്. ഒരു വാർദ്ധക്യം ചെല്ലുമ്പോൾ ചിലർക്ക് ചില ദേഹാസ്വസ്ഥങ്ങളൊക്കെ വരുമ്പോൾ തങ്ങളുടെ മോഹങ്ങളെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ പറയും. അതുപോലെയല്ല, ക്രിട്ടിക്കലായിട്ടുള്ള ചില അസുഖങ്ങൾ ചില വരുമ്പോൾ തങ്ങളായിട്ട് നിന്ന് നടത്തി കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യതയുള്ള കാര്യങ്ങളിൽ ഇപ്പം തന്നെ ഇത് നടത്തി കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുക അവരുടെ ഉള്ളിലൊരു ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ് അവർ പെട്ടെന്ന് വിവാഹം കഴിച്ചേൽപ്പിക്കാനുള്ള താല്പര്യം എടുക്കണം. ഒരു പക്ഷേ നിരാലംബയായിട്ട് തങ്ങളുടെ കുട്ടി മാറിപ്പോയേക്കാം എന്നുള്ള അവസ്ഥയിലാണ് അവിടെ എടുക്കുന്നത്. ഇമോഷണലി നമ്മൾ നോക്കുമ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഒട്ടും ബലമില്ലാത്ത മനസ്ഥിതിയുള്ള പെൺകുട്ടികൾക്ക് അതൊരു ആശ്വാസമാണ്. നല്ലൊരു വിവാഹ ജീവിതത്തോടു കൂടി ചിലപ്പോൾ ഒരു വരുമാനം കൂടെ വരുമ്പോൾ നല്ല വ്യക്തിയാണെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു താങ്ങും കൂടെ ആവും. ഈ വയ്യാത്ത രോഗിയായിട്ടിരിക്കുന്ന ആളിനൊരു താങ്ങും കൂടെയൊക്കെ ആവും, പ്രൊട്ടക്ഷനാവും, അയാൾ അവസാനം കൂടെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷെ എല്ലായിടത്തും ഇത് സംഭവിക്കണമെന്നില്ല. ഈ നമ്മൾ ഈ മരണമെന്ന് പറയുന്ന കാര്യത്തെ ഒരാളിലേക്ക് ചുരുക്കി വയ്ക്കരുത്. ഇവിടെ വലിയ അസുഖമായിട്ട് എനിക്കറിയാമെന്നുള്ളൊരു ക്യാൻസർ രോഗിയാണ് ആ ഉമ്മ എപ്പോഴും പറയും കുട്ടികളുടെ കല്യാണം നടക്കുന്ന 2 പെൺകുട്ടികളാണ്. ഈ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ പെൺകുട്ടികൾ ആ പെൺകുട്ടി പുഴയിൽ മുങ്ങി മരിക്കുകയായിരുന്നു. കുട്ടികൾ ഈ ഉമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതായത് മരണമെന്ന് പറയുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടി ചിലപ്പം വയ്യാണ്ടിരിക്കുന്ന ആളിനേക്കാളും മുമ്പേ ഇവർ വിവാഹം കഴിച്ച് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ മകൾ മരിച്ചു ചോദിക്കാം, മകൻ മരിച്ചു ചോദിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ കാണണ്ട. ഈ കുട്ടിയെടുത്ത് ചോദിക്കണം, മക്കളെ ഇത് ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ, നിനക്ക് എന്താണ് താല്പര്യം, നിനക്കിപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടോ? അപ്പോൾ സമ്മർദ്ദത്തിൽ പെടുത്താതെ ചോദിക്കണം, നിനക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് നിനക്ക് വിവാഹം മതിയോ? ഇതൊക്കെ കുട്ടിയെടുത്ത് ധൈര്യമുള്ള കുട്ടിയാണെങ്കിൽ പറയും എനിക്ക് ആംബീഷ്യസ് ആയിട്ടുള്ള കുട്ടിക്ക് ചിലപ്പം ഇത് കഴിഞ്ഞിട്ട് മതി വെച്ചാൽ ഞാനെല്ലാം നോക്കിക്കോളാം. ഞാൻ ആൺകുട്ടികൾ എന്താ ചെയ്യുന്നത്? സാധാരണ ഒരു ആൺകുട്ടി എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഒരു ആൺകുട്ടി ഇവനെ പിടിച്ച് കെട്ടിച്ചയച്ചിട്ട് നമുക്ക് അങ്ങനെയൊന്നും പറയാറില്ല. പെൺകുട്ടികളുടെ അടുത്താണ് ഈ പറയുന്നതെല്ലാം. അപ്പം ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് അതുപോലെ പഠിച്ച് ജോലി നേടാനുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള കുട്ടിയായിട്ട് ഇവളെ കാണണം. ഇവളെന്താ ഈ ആമ്പല എന്നുള്ള
പെൺകുട്ടികൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നു. അവർക്ക് സ്വയം സംരക്ഷിക്കാനുള്ള ഒരു കഴിവില്ല. ആരെങ്കിലും അവരെ അച്ഛനോ അമ്മയോ സഹോദരനോ ഭർത്താവോ അല്ലെങ്കിൽ മകനോ ഒക്കെ എപ്പോഴും സംരക്ഷിക്കണം എന്നുള്ള ഒരു നിഷ്കർഷ നമ്മുടെ സമൂഹം നൽകുന്നുണ്ട്. അതാണ് പുരുഷന് ആ ഒരു സ്വാതന്ത്ര്യം നൽകുകയും സ്ത്രീക്ക് ആ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ട, ഈ ഭൂമിയിലുള്ള എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ട, സ്ത്രീയും പുരുഷനൊന്നും ഇല്ല. കാരണം സംരക്ഷണം എന്ന് പറഞ്ഞാൽ സെൽഫായിട്ടാണ്, നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് അവിടെ തീരുമാനം എടുക്കേണ്ടത്. പെട്ടെന്ന് പെൺകുട്ടികളെ ഇതിൻ്റെ പേരിൽ കെട്ടിച്ചയക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ്, എൻ്റെ അച്ഛനും ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ വിവാഹം നടക്കണമെന്ന് ഒരു പെൺകുട്ടി താല്പര്യപ്പെട്ടാൽ അതും ഓക്കെ. അതിനപ്പുറം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിട്ട് ചെറുപ്രായത്തിൽ അവളുടെ ലക്ഷ്യങ്ങളെ സ്വപ്നങ്ങളെ കളഞ്ഞു കുളിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവിടെ മാനസിക ബലം, നേരത്തെ പല ഘട്ടത്തിലും പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ മാനസിക ബലം നമുക്ക് കോമൺ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അത് അല്ല, ഇമോഷണലി നമ്മൾ പറയണ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കണമെന്നും പറയാൻ പറ്റില്ല, അല്ലാതെയും പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാർ വിവാഹത്തിന് പെൺകുട്ടികളെ നിർബന്ധിക്കുന്നതിന് പ്രധാന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടുകാരികളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു, അപ്പോൾ ഇനി നീ മാത്രമേ ഉള്ളൂ ബാലൻസ്, നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിനൊരു പ്രത്യേക ഏജ് കാറ്റഗറി നമ്മുടെ സമൂഹം നിഷ്കർഷിച്ചിട്ടുണ്ട്. ചിലർക്ക് 20 വയസ്സായിരിക്കും, ചിലർക്ക് 23 വയസ്സായിരിക്കാം. 25 വയസ്സ് കടന്നു പോയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഏജ് കൂടിപ്പോയി, ഇനി പയ്യനെ കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ഇത് നമ്മുടെ സമൂഹം ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതൊക്കെ ഒരു കാഴ്ചപ്പാടുകളാണ്, ഒരു വിശ്വാസങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരന് ഒരു കാറുണ്ട്, എനിക്ക് കാറ് വേണം, അവന് 2 നില വീടുണ്ട്, എനിക്ക് 2 നില വീട് വേണം എന്ന് പറയാം. നിൻ്റെ കൂട്ടുകാരികളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു, ഇനി നിൻ്റെ വിവാഹം കഴിഞ്ഞേ പറ്റുള്ളൂ എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അവരുടെ ഒരു പൊട്ടയായ തീരുമാനമാണ്. മുമ്പ് കാലഘട്ടങ്ങളിൽ അവർ കണ്ടുവന്ന ഒരു ശീലത്തെ അനുവർത്തിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തൊട്ട് മുമ്പുള്ള പോയിന്റിൽ പറഞ്ഞാൽ, ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാതെ നിൽക്കാനും കൂടെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്നേ കാലഘട്ടത്തിൽ. അവൾ സമൂഹത്തിൽ ചുറ്റുപാട് നോക്കുമ്പോൾ അവൾക്ക് ചില കാര്യങ്ങളുണ്ട്, എനിക്ക് വിവാഹം വേണ്ടാന്ന് തീരുമാനം എടുക്കാം. ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞു, കുറേ കൂട്ടുകാരികളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു എന്ന് വെച്ചോ, അതിൽ 10-25 കൂട്ടുകാരികളുടെ ചുറ്റുപാടുള്ള കൂട്ടുകാരികളുടെ വിവാഹമോചനം നടന്നു. അപ്പോഴാണ് അച്ഛൻ, നിൻ്റെ അവിടെ കൂട്ടുകാരികളെല്ലാം വിവാഹമോചനം കഴിഞ്ഞു, മോളെ നിൻ്റെ വിവാഹമോചനം എന്താ നടക്കാത്തത് എന്ന് ചോദിക്കുമോ? കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നിൻ്റെ കൂട്ടുകാരുടെ എല്ലാം കല്യാണം കഴിഞ്ഞു, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് വേവലാതിപ്പെടും. ഈ 2-3 വിവാഹമോചനം നടന്നെങ്കിൽ ഇത് പറയൂ? ഇല്ല. അപ്പോൾ പിന്നെ ഈ കല്യാണം അവരുടെ എല്ലാം നടന്നു, എൻ്റെ മോളുടെ നടന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മോൾ ചിലപ്പോൾ നല്ല പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവൾക്ക് വേറെ ലക്ഷ്യമായിരിക്കും, അവൾക്കൊരു ബിസിനസ് ചെയ്യാണ്ടായിരിക്കും, അതുകൊണ്ട് അവളിപ്പം തൽക്കാലം കല്യാണം നടത്തിയില്ല എന്ന് പറയും. അവളുടെ പിന്നെ 23 വയസ്സ് 30 അങ്ങനെയൊന്നുമില്ല, കല്യാണത്തിന് പ്രായമൊന്നുമില്ല. അത് മാനസികമായിട്ട് ശാരീരികമായിട്ടൊരു പക്വത എത്തണം, അപ്പോഴും മതി. എപ്പോഴാണ് വേണമെന്ന് അവർക്ക് തോന്നുന്ന ആ ഒരു ടൈമിൽ അവർ വിവാഹം കഴിച്ചാൽ മതി. അല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല കേട്ടോ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചേട്ടനോട് പ്രത്യേകിച്ച് ഒരു ജ്യോതിഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജാതകത്തിൽ ഒക്കെ കാണാറുണ്ട് വിവാഹത്തിന് ഒരു പ്രത്യേക ടൈം എന്ന് പറഞ്ഞിട്ട്. പല ജ്യോത്സ്യന്മാരും അത് പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്, ഈ ടൈമിലാണ് കേട്ടോ വിവാഹം, അപ്പോൾ ആ സമയത്ത് തന്നെ അതിനകത്ത് തന്നെ നടത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ വിവാഹം നല്ല ആലോചനയൊന്നും വരത്തില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് ചിലപ്പം 19 വയസ്സിലോ 20 വയസ്സിലോ ഒക്കെ ആയിരിക്കും വിവാഹപ്രായം കൊടുത്തേക്കുന്നത്. ഇവർക്ക് ഭാവി എന്ന് പറയുമ്പോൾ ജീവിതം ചിട്ടപ്പെടുത്താൻ തന്നെ ഒരു കുറച്ച് ടൈം വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഈ രീതിയിൽ വിവാഹത്തിന് ഒരു പ്രത്യേക ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജ്യോതിഷൻ എന്നുള്ള രീതിയിൽ ചേട്ടന് ഈ വിവാഹ ടൈം നിഷ്കർഷിച്ചിരിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജ്യോതിഷം കാലാകാലങ്ങളിലായിട്ട് ഇങ്ങനെ വിവാഹ സമയത്തെ മാറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. കാര്യം ഈ ജ്യോതിഷം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഒരു 10 വയസ്സ് മുതൽ 15 വയസ്സിനകത്തൊക്കെയാണ് വിവാഹങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ജാതകത്തിൽ എങ്ങനെയായിരിക്കും കുറിക്കുന്നത്? പെൺകുട്ടിയുടെ വിവാഹം 10 വയസ്സിനിടയ്ക്കായിരിക്കും കല്യാണം എന്നാണ് അന്ന് കുറിക്കുന്നത്, അല്ലേ? അന്നത്തെ അതെന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ നോക്കുമ്പം ചന്ദ്രൻ, ശുക്രൻ ഇവരെ കൊണ്ടാണ് കല്യാണത്തിന് നോക്കാറുള്ളത്. അപ്പം പൊതുവിൽ വ്യാഴത്തിനൊക്കെ എടുക്കാറുണ്ട്, ചിലത് നല്ല ശുഭഗ്രഹങ്ങളെ വെച്ച് എടുക്കാറുണ്ട്. പക്ഷേ അന്നേ കാലത്ത് അങ്ങനെയായിരിക്കും കുറിക്കുന്നത്.
എന്നിട്ട് വിവാഹപ്രായം 18 നിഷ്കർഷിക്കപ്പെട്ടപ്പോൾ 18 വയസ്സിന് മുകളിലോട്ടുള്ള സമയം കുറിച്ച് കൊടുക്കുന്നു. ഇനി ഇതേ കാര്യം ഗവൺമെൻറ് പറയുകയാണ്, ഇനി നാളെ മുതൽ പെൺകുട്ടിക്ക് 28ാമത്തെ വയസ്സിന് ശേഷം മതി. ഇനിയിപ്പം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും 21 വേണം. ചിലപ്പോൾ ഇനി കുറേ കാലം അങ്ങനെയാണ്. പിന്നീടൊരു കാലത്തൊരു ഗവൺമെൻറ് പറയുകയാണ് 28 വയസ്സിൽ നിന്ന് പിന്നീടുള്ള ജാതകത്തിൽ 28 വയസ്സിന് മുകളിലുള്ള സമയമായിരിക്കും കുറിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പം ജ്യോതിഷത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ വീട്ടുകാരാണ് പറയേണ്ടത്. ഈ ജാതകത്തിൽ എഴുതിക്കുന്നത് ഒരു പ്രത്യേക ടൈമായിരിക്കും, അതിന് നല്ലൊരു ടൈം ഉണ്ട്, കടന്നുപോയി കഴിഞ്ഞാൽ വിവാഹം വരില്ല എന്നുള്ളൊരു കാര്യം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാനൊരിക്കലും ഒരാളടുത്ത് പറഞ്ഞു, ഞാൻ എന്നെ സമീപിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയെടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടി ആദ്യം പഠിപ്പിച്ച് നല്ലൊരു ജോലിയിലെത്തിക്കാൻ നോക്കുക, ഗ്രഹനില നോക്കിയിട്ട് നല്ല ജോലിയിലെത്തിക്കുക. എന്നിട്ട് ആ കുട്ടിക്ക് ഇച്ചിരി വിവാഹപ്രായം കയറിപ്പോയാലും കുഴപ്പമില്ല, നമുക്കതിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യാം, ഈശ്വരാധീനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ആദ്യം കുട്ടിയെ നല്ലൊരു നിലയ്ക്ക് എത്തിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എഴുതി കൊടുത്ത ജാതകത്തിൽ ഒറ്റയിടത്തും ഇന്ന വയസ്സിൽ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സമയം നോക്കി മുന്നോട്ട് പിന്നെയും സമയങ്ങളുണ്ട്. ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഒരാളുടെ ജാതകത്തിൽ തന്നെ ഒന്നിലധികം സമയങ്ങളുണ്ട്, ഒരാളുടെ ജാതകത്തിൽ തന്നെ ഒന്നിലധികം വിവാഹങ്ങളുണ്ട്. ഇതൊന്നും ആരും പറയില്ല. ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമ്പം ഭയങ്കരമായിട്ട് എതിർക്കും. കാര്യം ഈ ജ്യോതിഷം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ എന്തെന്നറിയാമോ, അന്ന് യുദ്ധങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. പുരുഷ പ്രജകളെല്ലാവരും യുദ്ധത്തിന് പട്ടാളക്കാരായിട്ട് വിളിക്കും. അപ്പോൾ ഈ പുരുഷന്മാർ മിക്കവാറും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഓരോ ആൺകുട്ടികളെ പിടിച്ചുകൊണ്ട് വന്ന് അവർ യുദ്ധത്തിൽ കൊല്ലപ്പെടും. നാട്ടുരാജ്യങ്ങളല്ലേ. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടു പോയാലും വേറെ ഒരാൾ വിവാഹം കഴിക്കും എന്നുള്ളത് കാണുന്ന അവൾക്കൊരു ആശ്വാസമാണ്. അന്നത്തെ അച്ഛനമ്മമാരൊരു മോളുടെ കല്യാണത്തിൽ 5 വിവാഹ യോഗമുണ്ട്, വളരെ ഭാഗ്യം. സത്യം. കാര്യം അവള് വീട്ടിൽ നിന്നു പോവില്ല, ഇവർ ഉത്തരവാദിത്തമാണ്, വേറൊരാൾ വിവാഹം കഴിച്ചോട്ട് പോകും. വളരെ സന്തോഷമാണ്. അപ്പോൾ വിവാഹം ഒരു ജാതകത്തിലെടുത്തേക്ക് ഒന്നിലധികം വിവാഹങ്ങൾ യോഗങ്ങൾ കാണും. അപ്പോൾ ഈ ജ്യോതിഷം പറയും, ചിലരെ കാണിച്ചിട്ട് പറയും, അയ്യോ 2 വിവാഹ യോഗമുണ്ട്, ഇതോടെ ആകെ കൂടി പെൺകുട്ടി എന്ന് തകർന്നു. ഇപ്പോഴുള്ള ആൾക്കാർ 2 വിവാഹം, ഒരാൾ മരിച്ചു പോയിട്ട് വേറൊരാൾ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഒരു ജാതകം പരിശോധിച്ചാൽ ഒരുപാട് വിവാഹ യോഗം ഇങ്ങനെയൊക്കെ കാണും, മിക്കയിലും കാണും. ഇതുപോലെ തന്നെ സന്താനയോഗത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. പണ്ടുള്ള കാര്യത്തിൽ നമുക്കറിയില്ല, തൊട്ട് മുമ്പുള്ള അമ്മമാർക്ക് 13ഉം 14ഉം മക്കളൊക്കെ ഉണ്ട്. 8-9 ഇല്ലാത്തൊരു ചുരുക്കമാണ്. ഇന്നെന്തുകൊണ്ട് 2ഉം 3ഉം ആയിപ്പോയി, ചിലപ്പോൾ 1ഉം ആയിപ്പോയി. ഇത് നിർബന്ധപൂർവം കുട്ടികളുടെ എണ്ണം നമ്മൾ കൂടുതൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ധീകരണം പോലുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടാണ്, ഫാമിലി പ്ലാനിങ് ചെയ്തിട്ടാണ് ഈ കുട്ടികളുടെ എണ്ണം കുറഞ്ഞത്. ഈ സമൂഹത്തിന് അതത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട് കുറച്ചത്. അപ്പോൾ ജാതകത്തിൽ ഈ 80 ശേഷം അല്ലെങ്കിൽ 90 ശേഷം എല്ലാ കുട്ടികളുടെ ഇത്രയും മാതാപിതാക്കൾക്കെല്ലാം 1 കുട്ടിയും 2 കുട്ടിയായിട്ട് ചുരുങ്ങിപ്പോയതാണ്. ഇതിലും കാണും 13 കുട്ടിയും 12 കുട്ടിയും പ്രസവിക്കാൻ ശേഷിയുള്ളൊരു ജാതകത്തിലുള്ളത്. നമ്മളായിട്ടാണ് ഇതിനെ നിയന്ത്രിച്ചത്, അല്ലേ? അതുപോലെ തന്നെയാണ് കല്യാണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഈ സമയത്തിന് മാറ്റിയെടുക്കുക. ഇന്ന ടൈമിൽ തന്നെ വിവാഹം കഴിപ്പിച്ചേക്കണമെന്ന് ജ്യോതിഷന്മാർ പറയുന്നത് അവർക്ക് എന്തെങ്കിലും നേട്ടമായിട്ടായിരിക്കാം. ഞാൻ കണ്ടിട്ടുള്ള അതിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവർ വിവാഹം ഇതേ ജ്യോതിഷന്മാരെ കുറിച്ച് കൊടുക്കുന്നത്? പിന്നെയും കുറിച്ച് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ജ്യോതിഷത്തെ തന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ്, നമ്മൾ അതിനെ തന്നെയാണ് ഉറച്ചിരിക്കുന്നത്. പക്ഷേ പഴയ ചില ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ അതേപടി നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഈ ജ്യോതിഷമൊക്കെ ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ആചാര്യന്മാർ പറയണം, അതാത് കാലഘട്ടത്തിന് അനുസൃതമായിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തണം. ഗണനത്തിൽ എല്ലാ മാറ്റം വരുത്തണം. ഇത് ചെയ്യാതെ പഴയ മാമൂലുകളായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഷനായിട്ട് പറഞ്ഞു വയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണമെന്ന് അവൾക്ക് എപ്പോഴാണ് തോന്നുന്നത് അതുവരെ അവളെ കുടുംബത്തിൽ അവൾക്ക് നിൽക്കാനുള്ളൊരു അധികാരം ഉണ്ടാവണം. അല്ല അവളെ നിർബന്ധപൂർവ്വം ആട്ടിപ്പായിക്കുക, അവളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക,
അവളെ ചെന്ന് കയറുന്ന കുടുംബത്തിൽ ഇവർ തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചിപ്പിച്ച് അയച്ചിട്ട് അവിടെ ചെന്നിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ അവിടെ ചെന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൾ തിരിച്ചു വരുമ്പോൾ ഈ വിവാഹം കഴിച്ച് അയച്ചമാർക്കൊക്കെ മുഖത്തൊരു കയ്പാണ്. ഇനി അവളെ നമ്മൾ ചുമക്കണ്ടേ? എങ്ങനെയാ അവളെ വീണ്ടും തിരിച്ച് പുറത്ത് ചാടിക്കണമെന്ന് തന്നെയാണ് അവർ വീണ്ടും വിചാരിക്കുന്നത്. എല്ലാവരിലും ഇല്ല. ഇനി ചിലർ പറയും, ഒരു ഉദാഹരണം പറയണേ, അയ്യോ മോളെ നേരത്തെ എന്താ വിവാഹം കഴിച്ചേച്ചേ, അവൾ പഠിച്ചുകൊണ്ട് നല്ല കുട്ടിയല്ലേ, അത് സാറേ അറിയില്ലേ, ഇളയത്തുങ്ങൾ 2 അനിയത്തിമാരും ഇരിക്കുകയല്ലേ, അതിനെ കെട്ടിച്ചയക്കണ്ടേ, എല്ലാത്തിനും കൂടെ ഒന്നിച്ചെങ്ങനെയാ പറ്റേ പറയുന്ന കാര്യമാണ്. പക്ഷെ മൂത്തവർക്ക് പഠിക്കാൻ പറ്റാത്തത് ഇവള് ഇളയത്തുങ്ങളെ 2 ഉണ്ടാക്കിയത് അവളാണ്. അവളല്ല. അവൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവളിൽ നിന്ന് പഠിക്കണ്ടേ? അവളുടെ സ്വാതന്ത്ര്യം ഇവിടെ പോയി. നമ്മളെ സമൂഹം മാറാതെ, നമ്മുടെ ചുറ്റുപാടുകൾ മാറാതെ, നമ്മളിൽ തന്നെ ഈ തുടക്കം ഇട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ വരണ? സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ തന്നെ സംഭവിക്കുന്നതാണ്. മൂത്ത കുട്ടി നിൽക്കുമ്പോൾ ഇളയ കുട്ടിയുടെ വിവാഹം, പെൺകുട്ടിയാണ്, 2 കുട്ടികളൊക്കെയാണ് എന്ന് വെച്ചാൽ, മൂത്ത കുട്ടിയുടെ നിൽക്കുമ്പോൾ ഇളയ കുട്ടിയുടെ വിവാഹം നടത്തിക്കൂടാന്നൊക്കെ പറയും. എന്നാൽ മൂത്ത കുട്ടിക്ക് ഒരിക്കലും വിവാഹം കിട്ടിയില്ലെന്ന്. മൂത്ത കുട്ടി പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട് അമ്മേ, ഞാൻ പഠിച്ചിട്ട് എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട്. ഇളയുള്ള എനിക്ക് പഠിക്കാനൊന്നും വയ്യ, നിങ്ങൾ വരണ വിവാഹം കഴിപ്പിച്ചയക്കണം എന്നെ, എനിക്ക് പോവാം. ഇത് 2 താല്പര്യങ്ങളാണ്. ഇളവൾക്ക് താല്പര്യമെങ്കിൽ അവളെ കേട്ടേക്കും. മൂത്തവൾ മൂത്ത് നരച്ചു പോകുന്നില്ല. അവളുടെ താല്പര്യത്തിന്, അവളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൾ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ മാറാനും നമ്മുടെ സമൂഹത്തിൽ കഴിയണം. ഇല്ലെങ്കിൽ നമ്മളൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പിന്നെയല്ല, നമ്മളായിരിക്കും സ്ത്രീകളെ അടിച്ച് പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഈ ടോക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു കുറേ പേർക്ക്, ഇപ്പോഴത്തെ സ്ത്രീജനങ്ങൾക്കിടയിൽ തന്നെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. പക്ഷെ പുതുതലമുറയിൽ ഒരുപാട് കുട്ടികൾ ഇതിനെ സ്വാഗതം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരാണ് ഇതിൻ്റെ ബാക്കി പത്രം. അനുഭവിക്കുന്നതല്ല ഇനി അവരാണ് അങ്ങോട്ട്. അവർ സ്വന്തം കാലിൽ നിൽക്കണമെന്നേ. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള, നമ്മളെ കൊണ്ട് കഴിയുന്നത് അവരെ പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക, അവരൊരു ജോലി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നൊക്കെയുള്ള. അവർ അങ്ങനെ ആയി മാറണമെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ. അതിനാണ് വിവാഹമൊക്കെ 2ാമത്തെ പ്രയോറിറ്റി. അവർക്ക് താല്പര്യമുള്ളപ്പോൾ അവർ വിവാഹം കഴിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള ആളെ അവർക്ക് കണ്ടെത്തിയിട്ട് നമ്മുടെ അടുത്ത് നമുക്കും കൂടെ സ്വീകാര്യമാണ്. ഏതെങ്കിലും ആയാൽ പോരാ. നമുക്ക് തെറ്റായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പറഞ്ഞ് തിരുത്താനും പറ്റണം. കാര്യം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തു. കുട്ടികളെല്ലാം കാണിക്കുന്ന തെറ്റുകളും നമ്മൾ കൊടി പിടിച്ചു കൊടുക്കരുത് അതിന്. പക്ഷേ അത് രീതിയുണ്ട്, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ ഉത്തരവാദിത്വത്തിലേക്ക് വളരുന്ന മനസ്ഥിതിയോടുകൂടി കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ജോലിയൊന്നുമില്ല. നമ്മൾ അതിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. കുട്ടികളുടെ മനസ്ഥിതി, അവളെടുക്കുന്ന ഡിസിഷൻസ് എല്ലാം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടിക്കാലം മുതലേ ആ മാനസികമായിട്ടുള്ള ഒരു ഹെൽത്ത് കൊടുക്കണം. എങ്കിലേ പറ്റുള്ളൂ. അല്ല വീട്ടിനകത്ത് എന്നും അടികൂടിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കില്ല. അവരുടെ വാശി വിജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. കുട്ടികളെ ആരോഗ്യസ്ഥിതിയിലുള്ള മനസ്ഥിതിയിൽ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് അച്ഛനമ്മമാർക്ക് അവർക്ക് മേലെ ഉത്തരവാദിത്തം വരുന്നത്. അല്ലാതെ കുട്ടികളെ വളർത്തി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കുറേ കാര്യങ്ങൾ മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മാനസികാരോഗ്യം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും കൂടെ ചെയ്യണം അച്ഛനമ്മമാരും. എങ്കിൽ കൂടി മാത്രമേ, പലപ്പോഴും വലുതായിട്ടൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ട് മാനസികാരോഗ്യം തകർന്നു പോയിട്ടുള്ള എത്ര കുട്ടികൾ എനിക്കറിയാമെന്നറിയാമോ? അവരുടെ അച്ഛനമ്മമാരുടെ താല്പര്യത്തിനായിരിക്കും കുട്ടിയെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പഠിച്ച് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്നുവിട്ട് മാനസികാരോഗ്യം പൂർണ്ണമായിട്ട് നശിച്ച നിലയിലായിരിക്കും പലരും കാണുന്നത്. കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികൾ വളരുന്നതിനോടൊപ്പം അവരുടെ മാനസികാരോഗ്യം കൃത്യമായി വളരുന്നുണ്ടോയെന്നും നോട്ടം ഉണ്ടായിരിക്കണം മാതാപിതാക്കൾക്ക്. അപ്പോൾ ചേട്ടായി പറഞ്ഞതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം നിശ്ചയിക്കേണ്ടത്, അല്ലെങ്കിൽ തനിക്ക് എപ്പോൾ വിവാഹം വേണമെന്ന് നിശ്ചയിക്കേണ്ടത് പെൺകുട്ടി തന്നെയാണ്. അവളുടെ തീരുമാനത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ അവൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റാണെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് ശ്രമിക്കാം. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ആ ഒരു വിവാഹം എപ്പോൾ വേണമെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള, തീരുമാനം എടുക്കാനുള്ള ആ ഒരു ചോയ്സ് അവൾക്ക് നമ്മൾ നൽകേണ്ടതാണ്, അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞത് തന്നെ, അവളുടെ ജീവിതത്തിൽ തെറ്റായ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ട് അവൾക്ക് സംഭവിച്ചു പോയ ഒരു വലിയൊരു ഇൻസിഡൻ്റാണ് അതിന് ഉദാഹരണം തന്നെ. അപ്പോൾ ഇതുപോലെ പെൺകുട്ടികൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാനും നല്ലൊരു രീതിയിലുള്ളൊരു, ഇപ്പോൾ വിവാഹം കഴിച്ചാണെങ്കിൽ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കാനും അതോടൊപ്പം തന്നെ തൻ്റെ പ്രൊഫഷനും കൊണ്ടുപോകാനും ഒക്കെ കഴിയട്ടെ, അല്ലേ? അങ്ങനെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വിട. എന്നോടൊപ്പം RJ അയ്യർ,
ആർ ജെ ലക്ഷ്മി. നമസ്കാരം. നമസ്തേ.